ഹായ് വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറ്റ് എന്നുള്ള പ്രപ്പോസിഷനെ കുറിച്ചാണ്. ഇത് എവിടെ എങ്ങനെ വെക്കണം? ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അറ്റ് എങ്ങനെയൊക്കെ വെക്കണം. പക്ഷെ ഇന്ന് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ടൈം പറയാൻ നമുക്ക് അറ്റ് വെക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ നിന്നെ 7 മണിക്ക് കാണാം. ഐ വിൽ മീറ്റ് യു അറ്റ് 7 PM. ഐ വിൽ മീറ്റ് യു അറ്റ് 7 PM എന്ന് പറയാം. ദെൻ മീറ്റിംഗ് 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് 10 AM. ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് 10 AM എന്ന് പറയാം. ദെൻ ഒരു ഡിറക്ഷന്റെ കൂടെ നമുക്ക് അറ്റ് വെക്കാം. ദ ചൈൽഡ് ത്രൂ എ ബോൾ അറ്റ് വിൻഡോ. ആ കുട്ടി ആ ബോള് എറിഞ്ഞത് വിൻഡോന്റെ മുകളിലേക്കാണ്. വിൻഡോയുടെ നേരെ എറിഞ്ഞു. അപ്പൊ എങ്ങനെ? ദ ചൈൽഡ് ത്രൂ എ ബോൾ അറ്റ് വിൻഡോ. അവൾ അവനെ നോക്കി ചിരിച്ചു. ഷീ സ്മൈൽഡ് അറ്റ് ഹിം. ഷീ സ്മൈൽഡ് അറ്റ് ഹിം എന്നാ പറയാം. ഓക്കെ. ദെൻ സ്പീഡ് പറയാൻ നമുക്ക് അറ്റ് വെക്കാം. റേറ്റ് പറയാൻ നമുക്ക് അറ്റ് വെക്കാം. അപ്പൊ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്യുന്നത്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. ദെൻ അവന്റെ കാറ് ലോ പ്രൈസിനാണ് വിറ്റത്. ഹി സോൾഡ് ഹിസ് കാർ അറ്റ് എ ലോ പ്രൈസ്. ഹി സോൾഡ് ഹിസ് കാർ അറ്റ് എ ലോ പ്രൈസ് എന്ന് പറയാം. ദെൻ ലൊക്കേഷൻ പറയാൻ നമുക്ക് വെക്കാം. ലൊക്കേഷൻ ഒരു കറക്റ്റ് പ്ലേസ് പറയാൻ നമുക്ക് അറ്റ് വെക്കാം. ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണാം. ഐ വിൽ മീറ്റ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഐ വിൽ മീറ്റ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്ന് പറയാം. അവനിപ്പം ഓഫീസിലുണ്ട്. He is at the office right now. He is at the office right now എന്ന് പറയാം. ദെൻ നമുക്ക് ഏജ് പറയാൻ അറ്റ് വയ്ക്കാട്ടോ. ഏജ് ഇപ്പൊ ഞാൻ 25 ഏജിലാണ് കല്യാണം കഴിച്ചത്. ഇനി പറയും ഐ ഗോട്ട് മാരീഡ് അറ്റ് 25. ഐ ഗോട്ട് മാരീഡ് അറ്റ് 25 എന്ന് പറയാം. ദെൻ അവൾ 5-ാമത്തെ വയസ്സിലാണ് നീന്താൻ പഠിച്ചത്. She learned to swim at the age of 5. She learned to swim at the age of 5 എന്ന് പറയാം. ദെൻ സ്മോൾ പ്ലേസ് പറയാൻ നമുക്ക് അറ്റ് വയ്ക്കാട്ടോ. എന്നാൽ സ്മോൾ പ്ലേസ് പറയാൻ നമുക്ക് അറ്റ് വെക്കാം കേട്ടോ. എന്നാൽ വലിയ വലിയ പ്ലേസിനെ കൂടെ അറ്റ് വെക്കരുത്. അപ്പൊ നമ്മൾ ഇൻ ആണ് വെക്കുക. ഇൻ എന്നുള്ള പ്രപ്പോസിഷൻ ആണ്. ഓ ഐ എം ഇൻ കൊൽക്കത്ത, ഐ എം ഇൻ മുംബൈ എന്നൊക്കെ പറയാം. പക്ഷെ സ്മോൾ പ്ലേസ് ആണെങ്കിൽ അറ്റ് വെക്കാം. നൗ ഐ എം ഹിയർ ഇൻ വളാഞ്ചേരി. നൗ ഐ എം ഹിയർ ഇൻ തിരൂർ. ചെറിയ ചെറിയ പ്ലേസ് ഒക്കെ നമുക്ക് പറയാൻ അറ്റ് വെക്കാം. ദെൻ സെലിബ്രേഷൻ പറയാൻ നമുക്ക് അറ്റ് വെക്കാം. അപ്പോൾ നമുക്ക് ഓണത്തിന്റെ അന്ന് കാണാം. വി വിൽ മീറ്റ് അറ്റ് ഓണം. വി വിൽ മീറ്റ് അറ്റ് ഓണം. എന്നാൽ ഓണം ഡേ വരുമ്പോൾ നമ്മൾ അറ്റ് വെക്കരുത് കേട്ടോ. അപ്പോൾ സെലിബ്രേഷന്റെ പേരുകൾ മാത്രം ഓണം, ക്രിസ്മസ്, ബക്രീദ് എന്നൊക്കെ വരുമ്പോൾ മാത്രം നമുക്ക് അറ്റ് വെക്കാം. ഞങ്ങൾക്ക് ക്രിസ്മസിന്റെ അന്ന് ഹോളിഡേ ഉണ്ട്. വി ഹാവ് ഹോളിഡേയ്സ് അറ്റ് ക്രിസ്മസ്. വി ഹാവ് ഹോളിഡേയ്സ് അറ്റ് ക്രിസ്മസ് എന്ന് പറയാം. ദെൻ ചില വാക്കുകളുടെ കൂടെ അറ്റ് മാത്രമേ വരും. അറ്റ് എന്നുള്ള പ്രപ്പോസൽ മാത്രമേ വരും. അങ്ങനെ കുറെ വാക്കുകളുണ്ട്. ഞാൻ 2 വാക്കുകൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഗുഡ് അറ്റ് എന്ന് പറയും. അപ്പോ അവള് ഇംഗ്ലീഷിൽ നല്ല കഴിവുണ്ട് അവൾക്ക്. എങ്ങനെ പറയാം? ഷീ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഷീ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് എന്ന് പറയാം. പിന്നെ ലാഫ് അറ്റ് എന്ന് പറയാം. ഇത് നോക്കി ചിരിക്കല്ലേ? ഡോണ്ട് ലാഫ് അറ്റ് മീ. ഡോണ്ട് ലാഫ് അറ്റ് മീ എന്ന് പറയാം. So to learn more, please visit my channel. Thank you for watching.